മറ്റുള്ളവൻ എന്ന വാക്കിന് മറ്റ് ജാതിയിലുള്ള, മറ്റു മതത്തിലുള്ള, മറ്റു വർഗത്തിലെ, കുലത്തിലെ, വർണ്ണത്തിലെ, നിറത്തിലെ, ലിംഗത്തിലെ, പണത്തിലെ, മണത്തിലെ ഒക്കെ മറ്റ് ആകാം. ആ മറ്റുകൾ സത്യത്തിൽ അർത്ഥമില്ലാത്തതാണ് എന്ന് പഠിപ്പിച്ച, മറ്റുള്ളവർ എന്ന വാക്കില്ലാത്തതാണ് എന്ന് ജീവിതത്തിലുടനീളം നിരന്തരം ഓർമ്മിപ്പിച്ച, അപരത്വം എന്നത് ഒരു മായാപ്രതിഭാസമാണ് എന്നും അത് ഏറ്റവും ഇരുണ്ട അജ്ഞതയുടെ പകർപ്പവകാശം മാത്രമാണെന്നും ലോകമാനവികതയെ പഠിപ്പിക്കുകയും അടയാളപ്പെടുത്തുകയും ചെയ്ത ഏറ്റവും മഹാനായ വിജ്ഞാനിയുടെ ചിന്തകൾ, ഓർമ്മകൾ, ആശയങ്ങൾ, പ്രസക്തി ഇവയൊക്കെ ചർച്ച ചെയ്താണ് ഇവിടെ പ്രഭാഷണ പരമ്പരയും സാംസ്കാരിക സമ്മേളനങ്ങളും നടന്നു പോകുന്നത് എന്നതാണ് സത്യം. ഗുരുദേവനെ ഓരോ മനുഷ്യനും അടയാളപ്പെടുത്തുന്നത് തീർത്തും വ്യത്യസ്തമായ രീതിയിലാണ്. അത് ഈ ലോകത്തിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളതോ ലോകത്തിൽ ഉളവായതോ ആയ എല്ലാ അത്ഭുത ശക്തികൾക്കും, മഴ മുതൽ മരം മുതൽ മഞ്ഞു മുതൽ സൂര്യൻ വരെയുള്ള എല്ലാ അത്ഭുത പ്രതിഭാസങ്ങളെയും കാണുന്ന മനുഷ്യന്റെ കാഴ്ചയിലോ വീക്ഷണത്തിലോ വ്യത്യസ്ത രൂപങ്ങളിൽ അനുഭവപ്പെടും. ഒരു മഴ നനയുന്ന എനിക്ക് ആ മഴത്തുള്ളി തലയിൽ വീഴുന്നത് കുളിരുള്ള ഒരു ഓർമ്മപ്പെടലിന് കാരണമാകുമെങ്കിൽ, അതേ മഴ നനയുന്ന മറ്റൊരാളിന്റെ ശിരസിൽ വീണ മഴത്തുള്ളി സ്ഫടിക കഷണം പോലെ ചിതറിത്തെറിച്ച് പ്രത്യേകിച്ചൊരു വികാരവും ഉണ്ടാക്കാതെ കടന്നുപോകുമെങ്കിൽ, ആ മഴ നനയുന്ന മറ്റൊരാളിനാകട്ടെ ഒരു കടുത്ത വരാനിരിക്കുന്ന ജ്വരത്തിന്റെ, പനിയുടെ ആദ്യ കാരണമായി ശിരസിൽ പതിക്കുന്ന ആ വർഷബിന്ദു കാരണമായി മാറുന്നുവെങ്കിൽ, അതേ മഴയിലെ മഴത്തുള്ളി തന്നെയാണ് ഏതോ മലയടിവാരത്തിൽ കുഞ്ഞിന് കുടിക്കാനുള്ള കുടിനീരിനായി കൈനീട്ടി നിൽക്കുന്ന ഒരു വൃദ്ധ മാതാവിന്റെ കൈകളിൽ വന്ന് പതിക്കുന്നതും എന്നതും ശരി. ഒരേ മഴയിലെ മഴത്തുള്ളികളുടെ പതന കേന്ദ്രങ്ങളും അവ സൃഷ്ടിക്കുന്ന അനുഭൂതികളും തമ്മിൽ അത് ഉൾക്കൊള്ളുന്ന ആളിന്റെ മനോഭാവമോ ജീവിതമോ കാഴ്ചപ്പാടുകളോ അനുസരിച്ച്, ആവശ്യങ്ങളോ അനുസരിച്ച് കൃത്യമായ വ്യത്യസ്തതകൾ ഉണ്ടാകുന്നു. മുറ്റത്ത് വിടരുന്ന ഒരു പ്രഭാതത്തിൽ 3 വീടുകളിൽ അല്ലെങ്കിൽ 3 മുറ്റങ്ങളിൽ വിടരുന്ന ഒരേ ജനുസിൽപ്പെട്ട 3 പനിനീർ പൂക്കളിൽ ഒന്ന് അത് ശ്വസിക്കുന്ന, അതിന്റെ സുഗന്ധം ആസ്വദിക്കുന്ന ഒരാളിന് ഒരു പ്രണയസ്മരണ ഉണ്ടാക്കുമെങ്കിൽ, മറ്റൊരാളിന് ഒരു കാരണവുമില്ലാത്ത അകാരണമായ ഒരു തലവേദനയ്ക്ക് അത് കാരണമാകുമെങ്കിൽ, ആ പൂവ് മറ്റൊരാളിന് കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞുപോയ അച്ഛനെയോ അമ്മയെയോ പ്രിയപ്പെട്ടവളെയോ ഒക്കെ ഓർക്കുവാനുള്ള കാരണവുമാകാം. ഒരേ ചെടിയിലെ പൂക്കളുടെ മണം അത് അനുഭവിക്കുന്നവരിൽ സൃഷ്ടിക്കുന്ന അനുഭൂതി വ്യത്യസ്തമാണ്. അതുപോലെ തന്നെ മഴയും പൂവും എന്നതുപോലെ ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും ഉജ്ജ്വലമായ മനോഹരമായ കാര്യങ്ങൾ അനുഭവിക്കുന്നവൻ അനുസരിച്ച് വ്യത്യസ്തമായിക്കൊണ്ടേയിരിക്കും എന്നുള്ളതുപോലെ ഏറ്റവും വ്യത്യസ്തമായ നിർവചനങ്ങൾ അതുകൊണ്ട് ആരിൽ അല്ലെങ്കിൽ എന്തിൽ സാധ്യമാകുന്നോ അതാണ് ഏറ്റവും മഹത്വമാർന്നത് എന്നതുകൊണ്ട് തന്നെ ശ്രീനാരായണ ഗുരു അല്ലെങ്കിൽ ഗുരുദേവൻ ഒരു നിർവചനത്തിന് ഉടമയല്ല. ഗുരുദേവൻ അറിയുന്നവനും അനുഭവിക്കുന്നവനും ഗുരുദേവൻ എന്ന അനുഭൂതിയെ സ്വന്തം പടലത്തിലേക്കോ സ്മൃതി മണ്ഡലത്തിലേക്കോ അറിഞ്ഞോ വായിച്ചോ സൂക്ഷ്മതയോടെ ഉൾക്കൊള്ളാൻ ആഗ്രഹിക്കുന്ന ഓരോരുത്തരും ഗുരുദേവൻ തീർത്തും വ്യത്യസ്തമായ ഓരോന്നായി അനുഭവപ്പെട്ടുകൊണ്ടേയിരിക്കും. അതാണ് ആ ഉജ്ജ്വലതയുടെ, ആ മഹത്വത്തിന്റെ ഏറ്റവും ശക്തമായ ആകാശവ്യാപ്തി എന്ന് പറയുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം നിരവധി നിർവചനങ്ങളുള്ള മഹാനായ ഗുരുദേവനെ എന്റെ കാഴ്ചപ്പാടിൽ എങ്ങനെ, എന്റെ പക്വമല്ലാത്ത ഒരുപക്ഷെ അപക്വമായ കാഴ്ചപ്പാടിൽ എങ്ങനെ നിർവചിക്കാം എന്ന് ചോദിച്ചാൽ, ഇഷ്ടവും ആഗ്രഹവും ഉൾക്കാഴ്ചയിലുള്ള അഭിനിവേശവും കൊണ്ട് ഞാൻ നിർവചിക്കാൻ ആഗ്രഹിക്കുന്നത് ലോക വൈജ്ഞാനിക ഭൂപടത്തിൽ, അറിവിന്റെ ലോക ഭൂപടത്തിൽ അറിവ്
ആയുധമാക്കിക്കൊണ്ട് സാമൂഹിക പ്രക്ഷോഭം നടത്തിയ ഏറ്റവും മഹാനായ വിജ്ഞാന വിപ്ലവകാരിയുടെ പേരെന്ത് എന്ന ചോദ്യത്തിനാണ് ശ്രീനാരായണ ഗുരു എന്ന് നിസ്സംശയം എനിക്ക് പറയാൻ കഴിയുന്ന ഉത്തരം. വിജ്ഞാനത്തിന്റെ വിപ്ലവം എന്നത്, ദ റെവല്യൂഷൻ ഓഫ് നോളജ് എന്നതെന്ത് എന്ന് ലോകത്തിന്റെ മുന്നിൽ അവതരിപ്പിച്ച ഏറ്റവും മഹാനായ കാതലുള്ള കലാപകാരിയുടെ പേരായിരുന്നു ഗുരുദേവൻ എന്നാണ് എന്റെ പക്ഷം. അറിവിനെ നിർവചിക്കുവാനും അറിവിനെ കുറിച്ച് പഠിക്കുവാനും ഇന്ന് ആധുനിക ലോകത്തിൽ നിരവധി സർവകലാശാലകളുണ്ട്. ദ വേൾഡ് ഓഫ് വിസ്ഡം എന്നതിനെ കുറിച്ച്, ദ വേൾഡ് ഓഫ് നോളജ് എന്നതിനെ കുറിച്ച്, ഹൈപ്പർ ഇന്റലിജൻസിനെ കുറിച്ച്, വേൾഡ് ഓഫ് മെമ്മറി റിട്ടൻഷനെ കുറിച്ച്, ഓർമ്മശക്തിയുടെ നിഗൂഢതകളെ കുറിച്ചൊക്കെ ലോകത്തിലെ പല സർവകലാശാലകളും ആഴത്തിൽ പഠിക്കുമ്പോ ആ പഠനങ്ങൾ എല്ലാം ചേർന്ന് ഏകോപിച്ചെത്തുന്നത് ഒരൊറ്റ സൃഷ്ടിയിൽ, ഒരൊറ്റ നിർവചനത്തിലാണെങ്കിൽ ആ നിർവചനം മലയാള ഭാഷയിൽ പച്ച മലയാളത്തിൽ എഴുതപ്പെട്ട ഒരൊറ്റ കവിതയാണ്. ആ കവിതയുടെ പേര് അറിവ് എന്നതാണ്. ആ കവിത എഴുതിയത് ഗുരുദേവനും ആണ്. ഗുരുദേവ വിരചിതമായ അറിവ് എന്ന കവിതയേക്കാൾ സൂക്ഷ്മമായും കൃത്യമായും വിജ്ഞാനത്തെ അടയാളപ്പെടുത്തിയ മറ്റൊരിടം ലോകത്തിലില്ല എന്നതാണ് ശരി. അറിയുന്നതും അറിയപ്പെടുന്നതും അറിവ് എന്ന പ്രോസസ്സും മാത്രമല്ല, അറിയുന്ന ആളും ചേർന്നതാണ് അറിവ് എന്നതാണ്. പിന്നീട് ചന്ദനമരങ്ങളിൽ ആണെന്ന് തോന്നുന്നു മാധവിക്കുട്ടി ഒരു ചെറുകഥയില് കഥാപാത്രങ്ങൾ തമ്മിൽ പറയുമ്പോൾ സംസാരത്തിൽ പറയുന്നതായി എഴുതുന്നു, നീ ആരാണെന്ന് പ്രിയപ്പെട്ടവളെ എനിക്കറിയാം, നീ ആരാണെന്ന് എനിക്കറിയാം എന്നത് നിനക്കും അറിയാം. പക്ഷേ പ്രിയേ, നീ ആരാണെന്ന് എനിക്കറിയാം എന്നുള്ളത് നിനക്കറിയാമല്ലോ, അതും എനിക്കറിയാം എന്നാണ് ആ കഥാപാത്രം പറയുന്നത്. ഞാൻ ഈ തീരെ കുട്ടികളായിരുന്നപ്പോ എന്റെ മക്കളോട് ഇത് പറയുമ്പോ അവര് ഈ നെട്ടൂരാനോടാണോടാ കളി എന്ന് പറയുന്നത് പോലെ എന്തോ ടങ് ട്വിസ്റ്റർ ആണ് ഞാൻ പറയുന്നത് എന്ന് കരുതുമായിരുന്നു. ഒരുപക്ഷെ മാധവിക്കുട്ടി എഴുതിയ നീ ആരാണ് എന്നത് എനിക്കറിയാമെന്നുള്ളത് നിനക്കറിയാമല്ലോ, അതും എനിക്കറിയാം എന്നത് തന്നെയാണ് അറിവിനെ കുറിച്ചുള്ള ഏറ്റവും ശക്തമായ ആദ്യ നിർവചനത്തിന്റെ ഏറ്റവും പ്രാഥമികമായ അടയാളപ്പെടുത്തലായി ഗുരുദേവൻ നടത്തിയത്. ദൗർഭാഗ്യകരം എന്ന് പറയട്ടെ, ഗുരുദേവ ദർശനങ്ങളിൽ ഏറ്റവും കൂടുതൽ ചോദ്യം ചെയ്യപ്പെടുന്നത് ഇന്നേത്, ഏറ്റവും കൂടുതൽ ലംഘിക്കപ്പെടുന്നത് ഇന്നേത് എന്ന് ചോദിക്കുമ്പോഴുള്ള ഉത്തരം കണ്ടെത്തുന്നിടത്താണ് അറിവിനെ കുറിച്ചുള്ള ഈ സംസാരത്തിലേക്ക് ആരംഭിക്കാൻ ഞാൻ നിർബന്ധിതനാകുന്നത്. അതൊരു രാഷ്ട്രീയ നേതാവിന്റെ കാഴ്ചപ്പാടിൽ, ഒരു ആധ്യാത്മിക അന്വേഷകന്റെ കാഴ്ചപ്പാടിൽ, ഒരു സാംസ്കാരിക പ്രവർത്തകന്റെ കാഴ്ചപ്പാടിൽ ഇതൊക്കെ വ്യത്യസ്തമായിരിക്കാം. ചിലപ്പോ ആത്മോപദേശ ശതകത്തിലെ ഏറ്റവും മഹത്തായ 46-ാം ശ്ലോകത്തിൽ ഗുരുദേവൻ ഓർമ്മിപ്പിക്കുന്നത് പോലെ ഈ ഒന്നിനോടൊന്ന് കലഹിച്ച് ഒരു മതവും നിലനിൽക്കില്ല എന്ന ഓർമ്മപ്പെടുത്തൽ നഷ്ടമാകുന്നതാണ്. യുദ്ധം ചെയ്ത് പരസ്പരം പൊലിഞ്ഞു പോകുന്നതാകും വിഭിന്നതയാണ് മതങ്ങളുടെ ആധാരമെങ്കിൽ, അതുകൊണ്ട് പല മതസാരവും ഏകമാണ് എന്ന തിരിച്ചറിവുണ്ടാകണം എന്നതാണ് ഈ കാലഘട്ടത്തിൽ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് ഒരു ദേശീയ നേതാവിന് അഭിപ്രായമുണ്ടാകും. ശരി തന്നെയാണ്.